സിറ്റിസൺ ജേർണലിസം റൗണ്ടിലേക്കായി സ്വാഗതം ചെയ്യുന്നു എറണാകുളത്തിന്റെ സ്വന്തം വിനു വിജയനെ. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വിനു വിജയനിൽ നിന്നും മികച്ച ഒരു ജേർണലിസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തന്നെയാണോ എന്ന് എത്രയും വേഗം വിഷ്വൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. വികസനം എന്ന വാക്ക് വെറും അക്ഷരത്താളുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ അതിനുള്ളിൽ രക്തസാക്ഷികളായ കുറച്ച് പേരുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ആമ്പല്ലൂർ എന്ന സ്ഥലം ഇത് എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തിലെ ആമ്പല്ലൂർ പഞ്ചായത്ത്. ഇവിടെ ഒരുപാട് പേർ സ്വന്തം സ്വപ്നങ്ങളെ മറന്നുകൊണ്ട് ഇന്ന് വല്ലാത്ത ദാരുണമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണ്. പ്രഖ്യാപിച്ച വ്യവസായ പദ്ധതിയുടെ പേരിൽ ജീവിതം വഴിമുട്ടിയ ഒരു ജനസമൂഹമാണ് ആമ്പല്ലൂരിലേത്. ഇടതുമുന്നണി സർക്കാർ വ്യാവസായിക പാർക്കിനായി കണ്ടെത്തിയ ആമ്പല്ലൂരിലെ 340 ഏക്കർ ഭൂമിയാണിത്. മണ്ണിനോട് പടവെട്ടി മനുഷ്യൻ നേടിയ വീരഗാഥയുടെ ഓർമ്മകൾ ഉറങ്ങുന്നുണ്ട് ഈ ചതുപ്പു നിലങ്ങളിൽ. അമ്മത്തമ്പുരാൻ കോവിലകത്തിൻ്റെ അറപ്പുരകൾ നിറച്ച കരിനിലങ്ങളാണ് ഇന്ന് ചതുപ്പു നിലങ്ങളായി മാറിയിരിക്കുന്നത്. പിറവം നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആമ്പല്ലൂരിലെ 100ഓളം വരുന്ന കർഷക കുടുംബങ്ങളെയാണ് വ്യാവസായിക പാർക്ക് എന്ന പ്രഖ്യാപനം ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വികസന യാത്രയ്ക്ക് നാന്ദിയാകുമെന്ന് ആ ജനസമൂഹം വിശ്വസിച്ച പദ്ധതി തുടക്കത്തിൽ തന്നെ വഴിമുട്ടിയതോടെ സ്വന്തം ഭൂമി ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ദുരന്തമുഖത്താണ് ഇവിടെയുള്ളവർ. ഇലക്ട്രോണിക് പാർക്കിനായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഭൂമി കർഷക തൊഴിലാളികൾക്ക് തന്നെ വിട്ടുനൽകുകയോ അല്ലെങ്കിൽ പകരം ഭൂമി നൽകുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. എനിക്ക് 70 വയസ്സിൽ ചെല്ലാനുണ്ട്. ഞാനിവിടെ താമസാകുന്ന കാലത്ത് ആദ്യത്തെ താമസക്കാരനാണ്. അന്ന് വള്ളത്തിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് മുറ്റത്തൊക്കെ വർഷക്കാലത്ത് ഇട്ടാൽ വെള്ളം കയറാതിരിക്കും. ഇപ്പോൾ മഴ പെയ്താൽ ഒരു രക്ഷയില്ല, കടൽ പോലെയാകും ഇവിടെ എല്ലാം. ഇത്തിരി മണ്ണ് കൊണ്ടുവന്ന് ഇടാനാണെങ്കിൽ പോലും പോലീസുകാർ സമ്മതിക്കില്ല. അവർ കറുത്ത മണ്ണാണെങ്കിലും തിരുമ്മി നോക്കും, അവർക്ക് കാശ് കിട്ടാനുള്ള മാർഗം കൊണ്ടുവന്ന്. പിന്നെ ഇതെല്ലാം ഇലക്ട്രോണിക് പാർക്കിന് വേണ്ടി എടുത്തു പോകുകയാണെങ്കിൽ നല്ലതാണ്. സുരക്ഷിതമായ സ്ഥാനത്ത് ഇവിടെയുള്ള ആൾക്കാർ വെള്ളവും വെളിച്ചവും യാത്രാ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് നല്ല കാര്യം തന്നെ. ഹരിതാഭമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ മക്കളായിട്ടും പട്ടിണി അകറ്റാൻ വഴി കണ്ടെത്താനാവാത്ത അവസ്ഥയിൽ ഒരു ജനത. ചരമഗീതം കാത്തുകിടക്കുന്ന പാടശേഖരങ്ങളും നീർച്ചോലകളും. ഉപയോഗശൂന്യമായ ഗ്രാമത്തിൻ്റെ നെഞ്ചുകത്തെ ചവറുകൂനിയാക്കുന്ന നാഗരികതയുടെ ക്രൂരത. പച്ചപ്പടിഞ്ഞൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കണ്ണീർ കാഴ്ചകളെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആമ്പല്ലൂരിലെ ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങാതെ പോയതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് വരാൻ പോകുന്ന പാർക്ക് സൃഷ്ടിക്കാവുന്ന മാലിന്യ പ്രശ്നങ്ങളാണെന്ന ധാരണ മാത്രമാണ് ഗ്രാമവാസികൾക്കുള്ളത്. ചീഫ് സെക്രട്ടറി തല സമിതിയുടെ അടക്കം അനുമതി ലഭിച്ചുവെങ്കിലും പാരിസ്ഥിതികാനുമതിയുടെ പേരിൽ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും സ്വപ്നങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയാണിത്. മണ്ണിനെ നെഞ്ചിലേറ്റിയ പൂർവികതയുടെ കാർഷിക വിജയങ്ങളിൽ അഭിമാനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ പുതിയ തലമുറയുടെ ജീവിതഗതികേട് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മഹാനഗരത്തിൻ്റെ മാലിന്യപ്പറമ്പായിരിക്കുന്ന ആമ്പല്ലൂർ എന്ന ഗ്രാമത്തിൽ ഇലക്ട്രോണിക്സ് പാർക്കിനായി കണ്ടെത്തിയിരിക്കുന്നു ഈ ഭൂമി. ഇപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പടർന്നു പിടിക്കുന്ന വിഷദ്രാവകങ്ങൾ ഇവരുടെ കുടിനീർ പോലും വറ്റിച്ചിരിക്കുന്നു. നീരൊഴുക്കിൽ മത്സ്യങ്ങൾ പോലും ചത്തുപൊങ്ങുന്ന ദുരന്തമുഖമാണ് ആമ്പല്ലൂർ ഇന്ന്. കാടുപിടിച്ച പാടങ്ങൾ വിഷസർപ്പങ്ങളുടെ താവളമായിട്ട് കാലമേറെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും എൻ്റെ ചെറുമകനൊരു പെരുമ്പാമ്പൻ്റെ അവിടെ ചെറുപ്പുറത്തുനിന്ന് കണ്ട്. മിക്കവാറും കടുവയും പുലിയല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ജീവിതം വഴിമുട്ടിയ ഒരു ജനതയ്ക്ക് സ്വതന്ത്ര സഞ്ചാരം പോലും അന്യമായ ക്രൂരതയിലേക്കാണ് ഒരു വ്യവസായ പദ്ധതിയുടെ പ്രഖ്യാപനം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യകാലം തൊട്ട് ഇവിടെ താമസിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ പിള്ളേർക്കാണേലും പഠന കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് വഴി ഒക്കെ നല്ല രീതിയിലൊരു വഴി, ഒരാൾക്കൊരു ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടി വന്നിട്ട് പോകാനൊക്കെ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു സൗകര്യമുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾ മാറ്റി പാർപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് ഐ ടി പാർക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുമെന്നൊക്കെ ഉള്ളതാണ് പ്രതീക്ഷ. ഇപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും
വിദ്യാഭ്യാസമുള്ളവർക്ക് നല്ല രീതിയിൽ ജോലിയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആമ്പല്ലൂരിലെ ജനതയ്ക്ക് ഇന്ന് വ്യവസായ വികസനത്തിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ തന്നെ പണ്ടെന്നോ കണ്ടുമറന്ന ഒരു സ്വപ്നത്തിൻ്റെ നനുത്ത ഓർമ്മ മാത്രമാണത്. പ്രതീക്ഷയിലേക്ക് ചുവടുവയ്ക്കുന്ന നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും അനുകൂല നടപടികൾ ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്നു. വികസനം എന്നത് ഇവരുടെ ഒരു ആവശ്യമാണ്. എന്നാൽ അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഇവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള മുറവിളി. ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്ക് നടപ്പിലാക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക. ഇതാണ് ഇവരുടെ ആവശ്യം. കർമ്മനിരതയോടെ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിനു വിജയനാണ് സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ നമ്മൾ കണ്ടത്. സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ വിനു വിജയൻ എത്ര മാർക്ക് സ്വന്തമാകുന്നു എന്നറിയണമെങ്കിൽ ഒരു ചെറിയ കാത്തിരിപ്പ് ആവശ്യമാണ്. ഒഡീസി യുവതാരം പവേർഡ് ബൈ മിന TMT ഫൈൻ റെഡി. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. വിനു എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അവിടെ ഒരു വ്യവസായ പാർക്ക് വരണം എന്ന പക്ഷത്താണോ, അവിടുത്തെ ഈ പാടശേഖരങ്ങൾ മുഴുവൻ ഇല്ലാതാവണം എന്ന പക്ഷത്താണോ? ഇലക്ട്രോണിക്സ് പാർക്ക് വരണം എന്ന് തന്നെയാണ്. എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ പാടശേഖരങ്ങളും നീർത്തടങ്ങളും എല്ലാം ഇല്ലാതാവണം. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച വിനുവിന് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജേർണലിസ്റ്റായ വിനുവിന് എന്ത് അഭിപ്രായങ്ങളാണ് ജഡ്ജസിൽ നിന്നും ലഭിക്കുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം മാർക്സ് അറിയണം അല്ലേ? അഭിപ്രായത്തിലേക്ക് കടക്കാം. മോഹൻകുമാർ സർ. വിനു വിജയൻ സർ, വിനു എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഏത് പക്ഷത്താണ് വിനു നിൽക്കുന്നത്? സർ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ജനങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. കാരണം ഞാൻ ഈ ഒരു ഇഷ്യൂ ഞാൻ അറിഞ്ഞു തുടങ്ങുന്നത് ഞാൻ +2 പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ യാത്ര ചെയ്യുന്നൊരു റോഡുണ്ടായിരുന്നു. ഡിഗ്രി പോയതും ആ കാലം. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ 2 കിലോമീറ്ററോടെ ബസ്സിൽ പോകുമ്പോൾ 2 സൈഡും പാടശേഖരങ്ങൾ. പണ്ട് പാടശേഖരങ്ങളായിരുന്നു, ഇപ്പോൾ ചതുപ്പ് നിലങ്ങളെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആ 2 കിലോമീറ്റർ ഞാൻ മൂക്കുകുത്തിയാണ് ഞാൻ ബസ്സിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് +2 പഠിക്കുമ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നില്ല ഇതിൻ്റെ മുൻപിൽ ഇതിൻ്റെ പുറകിൽ ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. കാരണം ആ ഒരുപാട് 345 ഏക്കറിൻ്റെ എഗ്രിമെൻ്റാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കും 500-ലധികം ഏക്കർ അവിടെ ഉണ്ട്. 500-ലധികം ഏക്കറുകൾ പണ്ട് കാലം തൊട്ടേ നെൽകൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ കുടുംബങ്ങൾ ഒരു വല്ലാത്ത ഐസൊലേറ്റഡ് ഏരിയയിൽ ജീവിക്കുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ട്. എൻ്റെ ചോദ്യം വിനു വിജയൻ അവിടെ ഒരു വ്യവസായ പാർക്ക് വരണം എന്ന പക്ഷത്താണോ, അവിടുത്തെ ഈ പാടശേഖരങ്ങൾ മുഴുവൻ ഇല്ലാതാവണം എന്ന പക്ഷത്താണോ? എന്താണ് വിനു വിജയൻ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് വിനു വിജയന്റെ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയിട്ടില്ല. ഇലക്ട്രോണിക്സ് പാർക്ക് വരണം തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ പാടശേഖരങ്ങളും നീർത്തടങ്ങളും എല്ലാം ഇല്ലാതാവണം. പാടശേഖരങ്ങൾ ഇപ്പോഴേ ഇല്ല സർ. ചതുപ്പ് നിലങ്ങളായിട്ട് അത് മുഴുവൻ ഞങ്ങൾ കണ്ടല്ലോ, വിഷ്വൽസിൽ മുഴുവൻ പാടശേഖരങ്ങളാണ്. അല്ല സർ, പാടമല്ല, അത് കാട് പിടിച്ചിരിക്കുന്നതാണ്. കാട് പിടിച്ചിട്ട് അതിന്റെ ഭൂമി ഒരുപാട് നീർത്തടങ്ങൾ കണ്ടു, ഒരുപാട് നീർത്തടങ്ങളും. സർ അതെല്ലാം വല്ലാതെ പൊല്യൂട്ടഡ് ആയി. കാരണം വെച്ചാൽ ഈ വെറുതെ വളരെ ശരിക്കും പരിസ്ഥിതി ദുർബല പ്രദേശമാണത്. അതിനെ ശരിക്കും നിലനിർത്തേണ്ട ആവശ്യമാണ്, അതിനെ കൺസേർവ് ചെയ്യണം അല്ലേ? അല്ലാതെ അത് ഒരു വ്യാവസായിക പാർക്കായിട്ടൊക്കെ മാറണം എന്നൊരു നിലപാടെടുക്കുന്നത് ശരിയാണോ? സർ, അങ്ങനെ ഒരു വികസന പദ്ധതി ഒരുപാട് പേർക്ക് പ്രയോജനം, അവിടെ ജീവിക്കുന്നവർക്കും അതുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ എറണാകുളം പോലത്തെ ജില്ലയിൽ ഒരുപാട് പേർക്ക് നല്ലൊരു ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകി. തുടക്കത്തിലെ വിനു വിജയൻ പറയുന്നത് ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാറും എന്ന് പറയുന്നു. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്രയേറെ കൺസേൺ ഉണ്ടെങ്കിൽ, അങ്ങനെ കൺസേൺ ഉള്ള ഒരു വ്യക്തി എന്തിനാണ് ഈ ഇത്രയും പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശം വ്യാവസായിക പാർക്കായിട്ട് മാറണം, എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോസസ്സ് നടക്കണം എന്ന് വാദിക്കുന്നത്? കൃഷിയെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ വീണ്ടും പുനരുദ്ധരിപ്പിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് അവിടെ പലരും, അവിടുത്തെ ജനങ്ങളും അതിൻ്റെ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞിരുന്നു. കൃഷി വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് സർക്കാർ തന്നെ മുമ്പോട്ട് വെച്ചതാണ്. എല്ലാ ജനങ്ങളും എല്ലാവരും വളരെ സന്തോഷത്തോടെ അംഗീകരിച്ചതും അവർ വളരെയധികം ആഗ്രഹിക്കുന്നതുമായ ഒരു പ്രോജക്റ്റായിരുന്നു അത്. അല്ല, കൃഷി മുന്നോട്ട് വീണ്ടും അത് റിവൈവ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു പരിസ്ഥിതി ദുർബല പ്രദേശമാണത്. നീർത്തടങ്ങളാണ്, അവിടെ പാടശേഖരങ്ങളുണ്ടായിരുന്നു.
അപ്പം അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതൊരു വ്യാവസായിക പാർക്കാക്കി മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് വളരെ രൂക്ഷമായിരിക്കും. അത് പ്രത്യേകിച്ച് എറണാകുളം പോലൊരു ജില്ലയിൽ കൂടുതൽ ഫ്ലഡിങ് ഉണ്ടാകാനായിട്ട് അത് സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം തന്നെ അവിടെ ഭയങ്കര ഫ്ലഡിങ് ആണ് അല്ലേ. വീണ്ടും ഈ 345 ഏക്കർ നികത്തിയെടുത്ത് ഒരു വ്യാവസായിക പാർക്കായിട്ട് മാറ്റുമ്പോഴത്തേക്കും അവിടെ പിന്നെയും വെള്ളപ്പൊക്ക ഭീഷണിയും ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ഉണ്ടാവും. അതിലേക്കൊന്നും വിനു വിജയൻ്റെ കണ്ണ് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ജേർണലിസ്റ്റിൻ്റെ കാഴ്ചയോ ഉൾക്കാഴ്ചയോ ക്യാമറയോ അതിലേക്ക് കടന്നു പോകുന്നില്ല, ചിന്ത പോലും കടന്നു പോകുന്നില്ല. പിന്നെ ഇതിനകത്തൊരു ഫോക്കസ് ഇല്ലാതെ പോയി. ഇവിടെ പറയുന്നു എന്താ ഈ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള അവയുടെ ആവാസ കേന്ദ്രമായി മാറും. പിന്നെ അവയൊക്കെ എവിടേക്കാണ് പോകേണ്ടത്? ഈ കാടുകളൊക്കെ വിഷപ്പാമ്പുകൾ അതിനോടൊക്കെ അത്രയും കരുണയില്ലാതെയാണോ പറയുന്നത്? അതിൻ്റെ ഈ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് വിഷപ്പാമ്പുകളും ഒക്കെ. അല്ല, അതിനോട് കരുണയില്ലാതില്ല. അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ പോലും വെളുപ്പിനെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ 6 മണി 5 മണി കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല പേടിച്ചിട്ട്. കഴിഞ്ഞ തവണത്തെ മഴയിൽ തന്നെ വെള്ളം കയറിയിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പിന്നീട് സ്കൂളുകളിലായിരുന്നു താമസിക്കുന്നത്. അവർ തിരിച്ചവിടെ നിന്നപ്പോൾ വീടിനുള്ളിൽ മുഴുവൻ പാമ്പുകളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവർക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഉള്ളതാണ്. മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ആവാസ വ്യവസ്ഥ. ഒരുപാട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പോലെ അത്രയും കോടാനുകോടി ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മളും. അവരെ ഉപദ്രവിച്ചുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ സെൽഫിഷായിട്ട് പറയരുത്. അല്ല, അവരെ ഉപദ്രവിച്ചുകൊണ്ടല്ല, അവരുടെ ജനങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു വലിയൊരു ഡ്രോബാക്ക് ഒരു സിറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ എഫേർട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇതിനകത്തൊരു ഫോക്കസ് ഇല്ലാതെ പോയി. എന്താണ് ശരിക്കും വിനു വിജയൻ്റെ നിലപാട് എന്ന് ശരിയായിട്ടും വ്യക്തമാക്കാൻ പറ്റുന്നില്ല. വിഷ്വൽസിലൂടെ അവസാനം പറയുന്ന വാക്കുകളിലൂടെ ഞങ്ങൾ കേട്ടു എങ്കിലും വിഷ്വൽസിലൂടെ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോയി. അതിലേക്ക് അതിൻ്റെ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് വിനു വിജയൻ ഒരു ജേർണലിസ്റ്റ് എന്നതിലേക്ക് കടന്നു പോയില്ല. പിന്നെ അതിൻ്റെ വിവിധ ഡയമെൻഷൻസിലേക്ക് പോകാറുണ്ട്, ആ ഡയമെൻഷൻസിലേക്കൊന്നും പോയില്ല. പിന്നെ ഈ വ്യാവസായിക പാർക്ക് വരാനായിട്ട് ശ്രമം നടന്നെങ്കിൽ അതിന് എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു, അതിന് ഏതെല്ലാം തരത്തിൽ അതിന് ക്ലിയറൻസ് കിട്ടി, പാരിസ്ഥിതിക ക്ലിയറൻസ് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സാങ്കേതികമായൊരു പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ വളരെ ഒരു പെരിഫറലായിട്ട് മാത്രം ട്രീറ്റ് ചെയ്ത ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല അതിൽ. പക്ഷേ ഒരു നിലപാടും അത്ര ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു നിലപാടായിപ്പോയി. എനിക്ക് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി മറ്റ് ജഡ്ജസ് എന്താണ് പറയുന്നത് നോക്കാം. മധുപാൽ സർ. വിനു ഇപ്പോഴും പഴയ +2കാരിൽ നിൽക്കുകയാണ്. അല്ല സർ, അല്ല, അന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആ അവസ്ഥയിൽ നിന്നും മാറിയതായ, കാരണം ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകുന്നില്ലേ, ഇത് ഉദ്യോഗസ്ഥരാണ് അല്ലേ, അവിടേക്ക് എത്തി. +2വിൽ നിന്നും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥരായി മാറിയ അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇത്രയും കാലം അതുവഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റേതായ ഒരു ഫീൽ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു കാഴ്ച നമുക്ക് ഈ ആസ് എ ജേർണലിസ്റ്റ് നമുക്ക് തരാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോഴും ആ പഴയ നൊസ്റ്റാൾജിക്, പണ്ട് സ്കൂളിൽ പോകുമ്പോൾ മൂക്കുപൊത്തിയ ആ ഒരു ഫീലിൽ തന്നെ നിൽക്കുന്ന ഒരു ഫീല് മാത്രമാണ് തന്നിട്ടുള്ളത്. പരമപ്രധാനമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അവിടെ ഒരു പാർക്ക് വരുന്നു എന്ന് പറയുന്നു. ആ പാർക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം കിട്ടാൻ പോകുന്ന ജനതയുണ്ടെന്ന് പറയുന്നു. ആ ജനതയ്ക്ക് ഗുണം കിട്ടുമെന്ന് പറയുന്നു. അതേ ജനത തന്നെ പറയുന്നു ഇവിടെ ഫ്ലഡ് വരുന്നു എന്ന് പറയുന്നു. അവിടെ തന്നെ അവർക്ക് യാതൊരു തരത്തിലും ജീവിക്കാനുള്ള മാർഗമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കൃത്യമായി ഒന്നുകിൽ വളരെ കൃത്യമായിട്ട് പറയാവുന്നതാണ് അവിടെ ഒരു പാർക്ക് വരേണ്ട ആവശ്യം ഉണ്ട്, അതിന് ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾ ഇന്നതൊക്കെയാണ് പറഞ്ഞത്, ഇവിടെ ഇത്രയും കൃഷി ഉണ്ടായിരുന്നു, ഈ കൃഷി മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ആരും കൃഷി ചെയ്യാറില്ല, ആ കൃഷി ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ നിലം ചതുപ്പായിട്ട് കിടക്കുന്നു, അത് അക്വയർ ചെയ്ത ഭൂമിയാണ്, അക്വയർ ചെയ്ത ഭൂമിക്ക് ഇന്ന ആൾക്കാർ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിലേക്ക് എടുത്തിട്ട് അവരെ അതിൻ്റെ ഉടമസ്ഥരെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇല്ലേ. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ ആ ഒരുപാട് ചെറിയ തണ്ണീർ തടങ്ങളുണ്ട്, അവിടെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ചതുപ്പിൻ്റെ അപ്പുറത്ത് മാറി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതിലൂടെ തോടൊഴുകുന്നുണ്ട്, അതിനകത്തുള്ള മീനുകൾ ചത്തു പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, ആ ചതുപ്പുകൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതുണ്ട്, ആ വെള്ളം നിലനിൽക്കേണ്ടതാണോ എന്നുള്ളത് അറിയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ടുപോകുന്നത് ഒരു കൃത്യമായ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിനൊരു ഒരു അപ്രോച്ച് ഉണ്ടാവും, ജേർണലിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവും. അത് കാണാനില്ല കേട്ടോ. പ്രവീണ ചേച്ചി, ഇവരുടെ ഒരു അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്.
എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല വിനുവിൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല മോഹൻകുമാർ സാറിൻ്റെ. അവിടുത്തെ ആ നാട്ടുകാരുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. ആ പ്രായം ചെന്ന മനുഷ്യൻ സംസാരിച്ചത് പുള്ളിയുടെ ആയിരിക്കില്ല എനിക്ക്. ഇപ്പം വിനു പറഞ്ഞു അവിടെ IT പാർക്ക് വരണമെന്നല്ല, ഇൻഫോ പാർക്ക് വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് വിനു. ഇപ്പം എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ള എൻ്റെ അഭിപ്രായം പറയാം. ഒരു 500 ഏക്കർ സ്ഥലം, നല്ല ഭംഗിയുള്ള ഒരു കൃഷിഭൂമിയായിരുന്നു അത്, അല്ലേ? സ്കൂളിൽ പഠിച്ചിരുന്ന വിനു വലിയ കാലമൊന്നും ആയില്ലല്ലോ. ഞാൻ ഡിഗ്രി പഠിച്ചെന്ന് വെച്ചാൽ ഇപ്പം വലിയ ആളൊന്നും ആയതില്ല. ഒത്തിരി കാലം മുമ്പായിരുന്നു മാം, ഒത്തിരി കാലം മുമ്പ് കൃഷി നശിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-12 വർഷം. ഓക്കെ, അത്രയല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയാലോ ഈ ഭൂമിയെ? അതിന് മുൻകൈ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഈ 500 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്താൽ എത്ര വലിയൊരു കാര്യമായിരിക്കും അത്. അതിന് കൃഷിക്ക് അനുയോജ്യമായിട്ട് ഭൂമിയെ തരപ്പെടുത്തിയെടുത്ത് അവിടേക്ക് പോവുക. ഒരു പാർക്ക്, IT പാർക്ക് വന്ന കുറേ പേർക്ക് ജോലി കിട്ടും. പക്ഷെ അപ്പോൾ ഇതേപോലെ പിന്നെ എയർ പൊല്യൂഷൻ ആയാലും വാട്ടർ പൊല്യൂഷൻ ആയാലും മണ്ണ് പൊല്യൂഷൻ ആയാലും എല്ലാം പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണാനും മനസ്സിനൊരു സന്തോഷവും. കൃഷിഭൂമിയാകുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടുകയല്ലേ, ജോലിയാവുകയാണ്. പിന്നെ അത് ഒരു വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. 500 ഏക്കറിൽ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അത് പുറകോട്ട് അതിലേക്ക് പോയാൽ എന്താ? ശരിയാണ്, രണ്ട് കൃഷിയിലേക്ക് പോകുന്ന ഒത്തിരി നല്ല കാര്യമാണ് അല്ലേ? അതിനെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഇപ്പൊ തണ്ണീർത്തടങ്ങളുണ്ട്, അതൊന്ന് മാം അവർ പറഞ്ഞ കാര്യം ഇപ്പൊ അവർ രണ്ടും ഇല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് എന്നോട് പറഞ്ഞു. അതായത് കൃഷിയും അത് ആര് ചെയ്യണം? അവിടുത്തെ ജനങ്ങളും ചെയ്യണം. അതേസമയം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കൃഷിയിലേക്ക് ഉള്ള ഒരു ഗവൺമെന്റ് ആ ഒരു ഏരിയയിൽ കൃഷിയിലേക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ല. അവിടാണ് കൃഷിക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പോയിന്റ്. ഗവൺമെന്റ് മാറി വരുന്ന എല്ലാ ഇലക്ഷനും പറയുന്ന ഒരു പേര് ഇലക്ട്രോണിക്സ് പാർക്ക് എന്നാണ്. പക്ഷെ കൃഷിയിലേക്കുള്ളതിന് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ചുറ്റുപാട്ടുള്ള ഒരുപാട് പേര് ചെയ്തിരുന്നതാണ്. അവരുടെ സ്ഥലങ്ങൾ അവിടെ തന്നെ ഉള്ളായിരുന്നു. ഇപ്പൊ അത് 500 ഏക്കർ ആരുടെ ഗവൺമെന്റിന്റെ ആണോ? നോട്ടിഫൈ ചെയ്ത് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ക്ലിയർ ആയില്ല എന്താണ് മോൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് ജനങ്ങളുടെ പക്ഷത്തെന്ന് പറഞ്ഞ് പക്ഷേ അങ്ങനെയല്ല. ഇങ്ങനെ ഒന്ന് ഈ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഗവൺമെൻറ് ഇത് കാണണം, ഇതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്ന് നമ്മുടെ ഭരണകർത്താക്കളുടെ കണ്ണു തുറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ആ ഒരു ഇതിലേക്കൊന്ന് ചാഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് ചേച്ചിക്ക് തോന്നുന്നു. ഓക്കെ വിനു, അപ്പം വ്യക്തതയില്ലായ്മയുടെ ഒരു പ്രശ്നം പറഞ്ഞു. എന്നാലും മാർക്കിന് വ്യക്തതയുണ്ട്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മോഹൻകുമാർ സർ 20-ൽ 9 മാർക്ക്. മധുപാൽ സർ. നമ്മൾ കാര്യം ഒരുപാട് കാര്യങ്ങൾ വിനു ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ വിനു ചെയ്തു പോകുമ്പോൾ അതിനൊരു വളരെ വ്യക്തമായ ഒരു കാഴ്ചയും ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ഭക്ഷണം കൊടുക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാനത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു അതിനകത്തൊക്കെ. അത്തരൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച വിനുവിന് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിനുവിന് പറയാൻ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ വിനു അത് പറയുന്നില്ല, അല്ലെങ്കിൽ വിനു അത് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടതല്ലേ? നമുക്ക് നമ്മുടെ ഉള്ളിൽ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇത്തരം ഒരു വേദിയിൽ തീർച്ചയായും വ്യക്തമാക്കണം. വ്യക്തമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഒന്നുമില്ല സത്യത്തിൽ. വിനു കുറേ കാര്യങ്ങൾ കണ്ടു, ഷൂട്ട് ചെയ്തു, തിരിച്ചു വന്നിട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ അങ്ങനെയാണത് പറഞ്ഞു തുടങ്ങിയാലും അതും ഓക്കെ ആയിരുന്നു. പക്ഷെ അതുമല്ല പറഞ്ഞത്. കാരണം വളരെ ഗഹനമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ തുടങ്ങി IT പാർക്ക്, ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നു. പാർക്ക് വരേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ചതുപ്പ് നിലങ്ങൾ, പിന്നെ അമ്മത്തമ്പുരാൻ കൊട്ടാരത്തിലേക്ക് ഇവിടുന്ന് നല്ല ഉണ്ടാക്കിയ കരിനിലങ്ങളാണിത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വലിയൊരു പാരമ്പര്യം പറഞ്ഞിട്ടാണ് വിനു തുടങ്ങുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച പോലെ ആ നിലങ്ങളില്ലാതാകുന്നു. ആ നിലങ്ങൾ മാറ്റിയിട്ട് ഇങ്ങനെ ആയി മാറുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യം എന്ത്? അപ്പോൾ മുമ്പെപ്പോഴോ ഒരു കാലത്ത് വളരെ സജീവമായിട്ട് ഭക്ഷണ മേഖലയായിരുന്നത്, മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ഒരു പ്രദേശം 500 ഏക്കർ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കളഞ്ഞു പോയാൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്ത്? പറയേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പാരമ്പര്യം പറയരുത്. നമ്മളുടെ ചതുപ്പ് നിലമാണ്, ആ ചതുപ്പ് നിലം ഇങ്ങനെ പോകുന്നു, ചതുപ്പ് നിലമായിട്ട് കിടക്കുന്നു, അതിൻ്റെ സങ്കടമുണ്ട്, ഒന്നും ആകുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ എപ്പോഴും അതിന് പിന്നീട് അതിൻ്റെ തുടർച്ച പോലെ കൃത്യത ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല. അതൊരു ജേർണലിസ്റ്റിക് അപ്രോച്ചാണ്. കാരണം വളരെ വ്യക്തമായ കാഴ്ചയുണ്ടാവണം. ആ കാഴ്ച ഇല്ലാതെ പോകുന്നുണ്ട്. 8 മാർക്ക്. പ്രവീണ ചേച്ചി. രണ്ടും നല്ലതാ മോനെ. അതായത് IT പാർക്ക് വരുന്നതും നല്ലതാണ് അല്ലേ?
അവിടെ പാടശേഖരം നിലനിർത്തുന്നതും നല്ലതാണ്. ഏതിനാണ് നഷ്ടം, കൂടുതൽ നഷ്ടമാണോ, അത് കുറേ നഷ്ടപ്പെടുത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാലേ നേട്ടങ്ങൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. നഷ്ടമാണോ കൂടുതൽ, നേട്ടമാണോ കൂടുതലെന്ന് നോക്കണം. ഇതിപ്പോൾ രണ്ടുമില്ലാത്തടത്തായിപ്പോയി. മോനെ അവിടുത്തെ ആ പാടങ്ങളെ പറ്റി, അതിൻ്റെ ഭംഗിയെ പറ്റിയും അത് നിലനിർത്തുന്നതിനെ പറ്റിയും പോസിറ്റീവായിട്ട് സംസാരിച്ചു, മറ്റതിനെ കുറിച്ചും പറഞ്ഞു. അവിടുത്തെ ജനങ്ങളും ആ ഒരു അവസ്ഥയിലെ മാം, രണ്ടും ഇല്ലാത്തൊരവസ്ഥയില്ല. അത് കൃഷി അതിലെന്തെങ്കിലും ഒരു തീരുമാനമാവണം. നമ്മൾ ആ ജേർണലിസ്റ്റ് ആകുമ്പോഴത്തേക്കും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് സംസാരിക്കണം. അതിന് ആ പോയിന്റ്, അത് ആ ഒരു പോയിന്റിൽ കുറച്ചുകൂടെ ഒരു ഊന്നൽ കൊടുത്തിരുന്നെങ്കിൽ ആ ഡോക്യുമെൻ്ററി കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയേനെ കേട്ടോ. ഓക്കെ, 10ൽ 8 മാർക്ക്. വിനു 25 മാർക്സാണ് സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ വിനുവിന് സ്വന്തമായിരിക്കുന്നത്. അപ്പോൾ പാകപ്പിഴകളൊക്കെ ഉണ്ടാകും. ആദ്യത്തെ ചുവടുവയ്പ്പാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശ്രമമാണ്. ഈ ശ്രമത്തിൽ നിന്നും വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിനുവിനാകട്ടെ. പലരുടെയും മനസ്സിൽ ബൃഹത്തായ ആശയങ്ങളുണ്ട്, സമൂഹത്തിലേക്ക് നന്മ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ യുവതാരങ്ങൾ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ വലിയ ആശയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്, ആ യാത്രയിലാണ്. ഈ യാത്രയിൽ നമുക്ക് വീണ്ടും അണിചേരാം. Till then, take care and bye bye.